ജീവിത ശൈലി കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പ്രമേഹം അല്ലെങ്കിൽ ഡയബറ്റീസ്. ഇതിന്റെ ചില ലക്ഷണങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും ഈ അസുഖം തിരിച്ചറിയാതെ പോകുന്നു. ഇന്ന് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇതിന് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില ലക്ഷണങ്ങളാണ്. ഞാൻ ഡോക്ടർ ഷിമി. വീഡിയോ പൂർണ്ണമായും കാണുവാൻ എല്ലാവരും ശ്രദ്ധിക്കുക. നിസ്സാരമെന്ന് നമ്മൾ കരുതുന്ന പല ലക്ഷണങ്ങളും ശരീരത്തെ കാര്യമായി തന്നെ ബാധിക്കാം. ഇപ്പോൾ ഡയബറ്റീസിന്റെ കാര്യമെടുത്താൽ ഡയബറ്റീസിൽ നിന്നുണ്ടാവുന്ന കോംപ്ലിക്കേഷനുകളിൽ പ്രധാനപ്പെട്ടതാണ് ഇത്. ഹൃദയാഘാതത്തിന് കാരണമാകാം, പക്ഷാഘാതത്തിന് കാരണമാകാം, റെറ്റിനയെ ബാധിക്കുന്നു, ഞരമ്പുകളെ ബാധിക്കുന്നു, വൃക്കകളെ ബാധിക്കുന്നു. ഇത്തരത്തിൽ ഡയബറ്റീസിന്റെ കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് കുറച്ച് കൂടുതലാണ്. മനസ്സിലായി. കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുന്നതിന് അത് കാരണമാകാം. റെറ്റിനയെ ബാധിക്കുന്നതിന്റെ ഒരു റിസൾട്ടായിട്ട് കണ്ണിന്റെ കാഴ്ച വരെ നഷ്ടപ്പെടാം. സെൻസേഷൻസ് ഇല്ലാതാകാം ഞരമ്പുകളെ ബാധിക്കുന്നത് കൊണ്ട്. വൃക്കയെ ബാധിക്കുന്നത് കൊണ്ട് കിഡ്നി ഫെയിലിയേഴ്സ് ഉണ്ടാകാം. സോ ഇങ്ങനെ ഒരു വലിയ കോംപ്ലിക്കേഷൻസ് ഉള്ള അല്ലെങ്കിൽ അതിന് സങ്കീർണമായ ഒരു വശം കൂടിയുണ്ട്. ജസ്റ്റ് ബ്ലഡ് ഷുഗർ കൂടുക എന്നതിലുപരി നമ്മുടെ ശരീരത്തിന്റെ പല അവയവങ്ങളെയും, ആന്തരിക അവയവങ്ങളെയും അത് പ്രവർത്തനരഹിതമാക്കുന്നതിന് കാരണമാകാം. ഇതുകൊണ്ട് തന്നെ ഈ പറയാൻ പോകുന്ന ലക്ഷണങ്ങൾ തുടക്കത്തിൽ തന്നെ വരുമ്പോൾ നിങ്ങളത് തിരിച്ചറിയുകയും ഡോക്ടറെ പോയി യഥാസമയത്ത് കാണുകയും ഒരു ബ്ലഡ് ടെസ്റ്റ് വേണമെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് ഷുഗർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടതാണ്. ഡയബറ്റീസ് ഉള്ള ആളുകളിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം അല്ലെങ്കിൽ ഡേഞ്ചറസ് ആയ ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ സൈലന്റ് അറ്റാക്ക് ആണ്. നിങ്ങളും കേട്ടിട്ടുണ്ടാവാം. നിശബ്ദമായിട്ടുള്ള ഹൃദയാഘാതമാണ് സൈലന്റ് അറ്റാക്ക്. ഇത് ഷുഗർ പേഷ്യൻസിന് ഉണ്ടാകുന്നു എന്ന് പലരും പറയാറുണ്ട്. നമ്മൾ കണ്ടുവരുന്ന ഹാർട്ട് അറ്റാക്കിൽ ആളുകൾക്ക് നല്ല രീതിയിലുള്ള ഒരു നെഞ്ചു വേദന അനുഭവപ്പെടാം. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി സൈലന്റ് അറ്റാക്കുകളിൽ ഇവർക്ക് അങ്ങനെ ഒരു കഠിനമായ വേദനയോ ബുദ്ധിമുട്ടുകളോ അനുഭവപ്പെടണമെന്നില്ല. ദൈനംദിന പ്രവർത്തനങ്ങളിൽ ചില ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഒരു ശ്വാസതടസ്സം, ഇങ്ങനെയുള്ള ചെറിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടായിരിക്കും അവർക്ക് അനുഭവപ്പെടുന്നത്. അപ്പോൾ ഇതൊരു നിസ്സാരമായി എടുത്ത് പലപ്പോഴും ഇത് ജോലി ചെയ്തത് കൊണ്ടുള്ള ഒരു തളർച്ചയാകാം എന്ന് കരുതി നിസ്സാരവത്കരിക്കാറുണ്ട്. പക്ഷെ സത്യത്തിൽ ഇതൊരു അറ്റാക്ക് ആയിരിക്കാം. മറ്റ് അറ്റാക്കിൽ നിന്ന് വ്യത്യസ്തമായതുകൊണ്ട് പെട്ടെന്ന് ഇത് തിരിച്ചറിയപ്പെടുകയും ഒരു പെട്ടെന്ന് തന്നെ ഇതിനൊരു ട്രീറ്റ്മെന്റ് തേടുന്നതിനും ആളുകൾ വൈകാറുണ്ട്. അപ്പൊ നമുക്ക് ഡയബറ്റീസ് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഒരു ചെറിയ ശ്വാസതടസ്സമോ അല്ലെങ്കിൽ ഒരു ക്ഷീണമോ അനുഭവപ്പെട്ടാൽ ഒന്ന് മെഡിക്കൽ ചെക്കപ്പ് എടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. മേ ബി അതൊരു സൈലന്റ് അറ്റാക്ക് ആയിരിക്കാം. അതിന് പ്രധാനപ്പെട്ട കാരണം ഇങ്ങനെയുള്ള ആളുകളിൽ സാധാരണയുള്ള ആളുകളെക്കാൾ കൂടുതൽ 3 രക്തക്കുഴലുകൾ കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് ഇവർക്ക് ഈ സൈലന്റ് അറ്റാക്ക് വരാനുള്ള സാധ്യത ഏറി വരുന്നത്. പ്രമേഹമുള്ള ആളുകൾക്ക് കൂടുതലായിട്ട് അണുബാധ ഏൽക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ പല അസുഖങ്ങളും, ഇപ്പോൾ ഡയബറ്റിക് മാത്രമല്ല, ചില അസുഖങ്ങൾക്ക് എന്തിനുള്ള കഴിവുണ്ട് നമ്മുടെ രോഗപ്രതിരോധ ശേഷിയെ ബാധിക്കാനും അവരുടെ രോഗപ്രതിരോധ ശേഷി കുറയ്ക്കുന്നതിനും കാരണമാകാറുണ്ട്. അതുപോലെ ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരു അസുഖമാണ് നമ്മുടെ പ്രമേഹം. അപ്പോൾ ഈ പ്രമേഹ രോഗികൾക്ക് രോഗപ്രതിരോധ ശേഷി കുറവായതുകൊണ്ട് തന്നെ മറ്റാളുകളെക്കാളും കൂടുതൽ ഏതൊരു അണുബാധയും ഇൻഫെക്ഷൻ അവരെ ഫസ്റ്റ് എഫക്ട് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ടാകും. അത് നമുക്ക് അറിയാം. പക്ഷേ ഈ പ്രമേഹ രോഗികൾക്ക് മാത്രം വരുന്ന അല്ലെങ്കിൽ അവരിൽ മാത്രം കൂടുതലായി കണ്ടുവരുന്ന ചില പ്രത്യേക അണുബാധകളുണ്ട്. അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്തെടുക്കേണ്ടതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മൂക്കിനെയും കണ്ണിനെയും ഒക്കെ ബാധിക്കുന്ന ഫംഗൽ ഇൻഫെക്ഷനുകളാണ്. എന്ന് വെച്ചാൽ നമ്മൾ ടെക്നിക്കലി അല്ലെങ്കിൽ മെഡിക്കലി പറയുകയാണെങ്കിൽ റൈനോസെറിബ്രൽ മ്യൂക്കോമൈക്രോസിസ് എന്നൊക്കെ പറയുന്ന പോലെ മൂക്കിനെയും കണ്ണിനെയും ബാധിക്കുന്ന ഫംഗൽ അണുബാധകൾ അവരെ കാണാറുണ്ട്. അപ്പം ഇവർക്ക് മാത്രം കൂടുതലായിട്ട് രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കൂടുന്ന ആളുകൾക്ക്, എസ്പെഷ്യലി നമ്മളിപ്പോൾ ഡയബറ്റീസിന്റെ മുമ്പ് വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ട് 5 കോംപ്ലിക്കേഷൻ ആണ് ഡയബറ്റീസിനുള്ളത്. ഒന്ന് നമ്മൾ പറഞ്ഞു ഹൈപ്പോഗ്ലൈസീമിക് ആകും ആളുകൾ, അതുപോലെ ഈ നെഫ്രോട്ടിക് സിൻഡ്രോം ഉണ്ടാവാം. അതുപോലെ തന്നെ നമ്മൾ അക്കൂട്ടത്തിൽ പറഞ്ഞൊരു മെയിൻ ഒരു പ്രശ്നമാണ് കീറ്റോഅസിഡോസിസ്. നമ്മൾ കിഡ്നിയെ സംബന്ധിച്ച് ചെയ്ത വീഡിയോയിൽ അത് പറഞ്ഞതുകൊണ്ടാണ് എന്താണ് കീറ്റോഅസിഡോസിസ് എന്ന് ഞാൻ പറയുന്നില്ല. എനിവേ, അങ്ങനെ ഒരു കണ്ടീഷൻ ഈ ഡയബറ്റിക് മൂലമുള്ള ആളുകൾക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെയുള്ള മൂക്കിനും അതുപോലെ തന്നെ ഈ കണ്ണിനെയും ബാധിക്കുന്ന ഫംഗൽ ഇൻഫെക്ഷൻ കൂടുതലായിരിക്കും. ഓക്കെ, അത് ഈ ഒരു അണുബാധ എന്ന് പറഞ്ഞാൽ ഡയബറ്റീസ് ആളുകൾക്ക് കൂടുതലായിട്ട് വരുന്ന ഒരു ഫംഗൽ അണുബാധയാണ്. ഇനി അടുത്തൊരു അസുഖം എന്ന് പറഞ്ഞാൽ മലിഗ്നന്റ് ഓട്ടൈറ്റിസ് എക്സ്റ്റേണ എന്ന് പറഞ്ഞൊരു കണ്ടീഷനാണ്. ഈ അസുഖം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ അസുഖമുള്ള 90% ആളുകളും ഡയബറ്റിക് പേഷ്യൻസ് ആണ്. ഇതിന് പ്രധാന കാരണം അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഡയബറ്റിക് അല്ലെങ്കിൽ പ്രമേഹമുള്ള ആളുകളിലാണ് ഈ ഒരു കണ്ടീഷൻ കണ്ടുവരുന്നത്. ഇതൊരു ബാക്ടീരിയൽ അണുബാധ അല്ലെങ്കിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ്. മൂന്നാമത്തെ മെയിൻ ആയിട്ട് ഇത്തരത്തിലുള്ള ആളുകൾക്ക്, പ്രമേഹ രോഗികൾക്ക് വരുന്ന അണുബാധകളിലൊന്ന് മൂത്രനാളത്തെ ബാധിക്കുന്ന അണുബാധയാണ്. വൃക്കയെ ഡയബറ്റിക് ബാധിക്കുമെന്ന് ഞാൻ പറഞ്ഞു, അതുപോലെ നെഫ്രോപ്പതി ഒക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞു. അതല്ല പറയുന്നത്,
അണുബാധ എന്ന് പറയുമ്പോൾ ഇൻഫെക്ഷൻ ബാധിക്കുന്നത് മൂത്രനാളത്തെ, അതായത് യൂറിനറി ട്രാക്കിനെയും അതുപോലെ തന്നെ ആ നാളത്തെയും ബാധിക്കുന്ന ഇൻഫെക്ഷൻ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ സംഭവിക്കുമ്പോൾ വായു മറ്റും വൃക്കയിൽ അടിഞ്ഞുകൂടുന്നതിന് കാരണമാവുകയും തൽഫലമായി മൂത്രത്തിന്റെ ആ ഒരു മൂത്രനാളത്തെയും അതുപോലെ വൃക്കയെയും ഒരു ദോഷകരമായി തന്നെ ഇത് ബാധിക്കുകയും ചെയ്യും. മൂത്രനാളത്തിനെ ബാധിക്കുന്ന അണുബാധ ഡയബറ്റിക് ആളുകളിൽ കൂടുതലായിട്ട് കാണാറുണ്ട്. അപ്പൊ ഇതുപോലുള്ള അണുബാധ പ്രത്യക്ഷപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഒരു പ്രമേഹത്തിന്റെ കണ്ടീഷനെ പറ്റി കൂടുതൽ ബോധമുള്ളവരായിരിക്കണം, ചെക്ക് ചെയ്യണം. അപ്പം പ്രമേഹത്തിന്റെ ലെവലിൽ വ്യത്യാസം വരുന്നുണ്ട്, ഷുഗർ ലെവൽ മാറുന്നുണ്ട് എന്നാണ് ഇതിന്റെ അർത്ഥം. നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു മൂത്രനാളത്തിന് ഇൻഫെക്ഷൻ വരുന്നു, അല്ലെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ മൂക്കിലും കണ്ണിലുമുള്ള അണുബാധ വരുന്നു, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഞാൻ അല്പം മുമ്പ് പറഞ്ഞ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരുന്നു. ഇതൊക്കെ വരുമ്പോൾ ഇതിന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്കൊരു ഡയബറ്റിക് അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാണ്. പ്രമേഹം നാഡികളെ ബാധിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ പാദത്തിലോട്ട്, ഈ ഡയബറ്റിക് ഫുട്ട് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടാവുമല്ലോ, അതായത് പാദത്തിലോട്ടുള്ള ബ്ലഡ് സപ്ലൈ അത് ബാധിക്കാറുണ്ട്. ഇതുകൊണ്ട് ഈ പാദത്തിന്റെ ആകൃതിയിലും അതുപോലെ സെൻസേഷൻ, സംവേദനക്ഷമതയെ അത് ബാധിക്കുന്നത് കൊണ്ട് പാദത്തിലെ സെൻസേഷനിലും മാറ്റങ്ങൾ സംഭവിക്കാറുണ്ട്. അപ്പൊ നിങ്ങളുടെ കാലിൽ ഉപ്പൂറ്റിക്കോ അല്ലെങ്കിൽ ഫീറ്റിനോ സംവേദനക്ഷമത കുറയുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും നിങ്ങളുടെ ഷുഗർ ലെവൽ ടെസ്റ്റ് ചെയ്യേണ്ടതാണ്. നിങ്ങൾ ഡയബറ്റിക്കിന്റെ ഭാഗമായിട്ടാവാം നിങ്ങൾക്ക് അത്തരത്തിലൊരു മാറ്റം സംഭവിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ ഇതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക തരം ചെരുപ്പുകൾ ഉണ്ട്, അതായത് അങ്ങനെയുള്ള പ്രത്യേക തരം ഡയബറ്റിക്കിന് വേണ്ടി ഉപയോഗിക്കുന്ന ചെരുപ്പുകളുണ്ട്, അത് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു സ്റ്റേജിലോട്ട് എത്തുമ്പോഴാണ് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിലോട്ട് നിങ്ങൾ മാറേണ്ടതായിട്ട് വരും. ഡയബറ്റിക് പേഷ്യന്റിൽ കണ്ടുവരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷണമാണ് ഓട്ടോണോമിക് ഡിസ്ഫങ്ഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർ പെട്ടെന്നൊന്ന് എണീറ്റ് നിൽക്കുമ്പോൾ രക്തസമ്മർദ്ദം കുറയുകയും അവർക്ക് പെട്ടെന്നൊരു തലകറക്കം തോന്നുകയൊക്കെ ചെയ്യാം. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആളുകൾ പെട്ടെന്ന് ബോധരഹിതരാകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇതൊക്കെ എന്തിന്റെ ഒരു ലക്ഷണമാണ്? ഓട്ടോണോമിക് ഡിസ്ഫങ്ഷന്റെ ലക്ഷണങ്ങളാണ്. ഇതിന് കാരണം എന്താണ്? അവർക്കൊരു ഡയബറ്റിക് കണ്ടീഷൻ, പ്രമേഹമുള്ളതിന്റെ അടയാളമാണ്. പ്രമേഹ രോഗികൾക്ക് മറ്റ് ആളുകളെ താരതമ്യം ചെയ്യുമ്പോൾ ദഹന പ്രക്രിയകളിൽ മാറ്റങ്ങൾ സംഭവിക്കാറുണ്ട്. ഗ്യാസ്ട്രോ പാരസിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ അവരിൽ കണ്ടുവരുന്നതാണ്. അപ്പോൾ നമ്മൾ ആഹാരം കഴിച്ചു കഴിയുമ്പോൾ നിശ്ചിത സമയത്തിനുള്ളിൽ അത് ദഹനത്തിന് വിധേയമാകും. വയറിൽ നിന്നത് കാലിയായിട്ട് മറ്റു ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലോട്ട് അബ്സോർവ് ചെയ്തു പോകും, അല്ലേ? പക്ഷെ ഇവരെ സംബന്ധിച്ച് കൂടുതൽ സമയം ആ ഫുഡ് വയറിൽ നിൽക്കേണ്ടതായിട്ട് വരുന്നു, അതായത് പ്രോസസ്സ് അവിടെ ഡൗൺ ആവുന്നു. അപ്പൊ അതുകൊണ്ട് എന്ത് പറ്റും? അവർക്ക് വിശപ്പില്ലായ്മ അനുഭവപ്പെടും. കാരണം ദഹനം താമസിച്ചല്ലേ നടക്കുന്നത്, വിശപ്പില്ലായ്മ അനുഭവപ്പെടുന്നു. മാത്രമല്ല ഇത് പ്രോപ്പർ ആയിട്ടൊരു ദഹനം നടക്കാത്തത് കൊണ്ട് അവർക്ക് ഓക്കാനം പോലെയുള്ളത് അനുഭവപ്പെടാം. ഇതൊക്കെ ഈ ഗ്യാസ്ട്രോ പാരസിസിന്റെ ഒരു ഭാഗമാണ്. ഓക്കെ, ഇത് മാത്രമല്ല, ഇവർ മരുന്ന് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഫുഡ് പ്രോപ്പർ ആയിട്ടൊരു കൃത്യമായിട്ടൊരു ദഹനം നടക്കുന്നില്ല, അതിന്റെ പ്രോസസ്സ് ഡിലേ ആണ്. അപ്പൊ മരുന്നും കൂടെ കഴിക്കുമ്പോൾ ഇത് രണ്ടും കൂടെ ഉള്ള ഒരു റിയാക്ഷന്റെ ഫലമായിട്ട് പലപ്പോഴും അവർക്ക് ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ പോലുള്ളത് അനുഭവപ്പെടാറുണ്ട്. ഇതും പ്രമേഹത്തിന്റെ ഒരു കോംപ്ലിക്കേഷൻ അല്ലെങ്കിൽ ലക്ഷണങ്ങളിൽ ഒന്നാണ്. രക്തത്തിലെ പഞ്ചസാര കൂടുന്നത് പലപ്പോഴും അപസ്മാരം എന്ന് പറയുന്ന ഒരു കണ്ടീഷന് കാരണമാകാറുണ്ട്. അപസ്മാരം എന്താണെന്ന് എല്ലാവർക്കും അറിയാം, സീഷേഴ്സ് ഉണ്ടാകും. അപ്പം ഈ ഡയബറ്റിക് അൺകൺട്രോൾഡ് ആണ് അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ഷുഗർ സ്പൈക്ക് ഉണ്ടാകുന്നത് പലപ്പോഴും സീഷർ ഹിസ്റ്ററി ഉള്ള ആ പേഷ്യൻസിന് അല്ലെങ്കിൽ ഓൾറെഡി അപസ്മാരമുള്ള ആളുകളാണെങ്കിൽ പെട്ടെന്നത് ഉണ്ടാകുന്നതിന്, പ്രൊവോക്ക് ചെയ്ത് വരുന്നതിന് കാരണമാകാറുണ്ട്. അക്രോമെഗാലി എന്താണെന്ന് പലർക്കും അറിയാതിരിക്കാം, അല്ലെ? നമ്മുടെ മുഖത്തിന്റെ അതുപോലെ എക്സ്ട്രിമിറ്റീസിന്റെ ഒക്കെ സൈസ് ഒരുപാട് കൂടുന്നു. ഹോർമോണൽ ഇഷ്യൂ ആണത്. നമ്മൾ ഹോർമോണൽ ഇഷ്യൂവിനെ പറ്റി വേറൊരു വീഡിയോ നമ്മൾക്ക് ചെയ്യാം. എന്താണ് ഡാഫിസം, എന്താണ് അക്രോമെഗാലി, ഇതുപോലുള്ളതിനെ പറ്റി വിശദമായിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യാം. പക്ഷെ സിമ്പിളായിട്ട് പറഞ്ഞാൽ എന്താണ്, ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട്, ഗ്രോത്ത് ഹോർമോണിന്റെ ഇംബാലൻസ് കൊണ്ട് എക്സ്ട്രിമിറ്റീസും മറ്റും കൂടുതലായിട്ട് വളരുകയും നീണ്ട മുഖം, നീണ്ട കൈ അഗ്രഹങ്ങൾ അല്ലെങ്കിൽ കാലഗ്രഹങ്ങളൊക്കെ വരുന്ന ഒരു കണ്ടീഷനാണ് അക്രോമെഗാലി. അപ്പോൾ ഡയബറ്റിക് ആയിട്ടുള്ള ആളുകൾക്ക് ഇതുപോലെയുള്ള കണ്ടീഷൻ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലായിരിക്കും. ഇപ്പോൾ പൊതുവെ ഇങ്ങനെ ഒരു ഹോർമോണൽ ഇംബാലൻസ് ഉള്ള ആളുകളുടെ ഷുഗർ ടെസ്റ്റ് ചെയ്താലും മോസ്റ്റ് കേസിലും ഒരു 90% ആളുകൾക്കും ഡയബറ്റിക് ഹിസ്റ്ററിയും ഉണ്ടായിരിക്കും. പ്രമേഹ രോഗികൾക്ക് പെട്ടെന്ന് ശരീരഭാരം കുറയുന്നതായിട്ട് ചില കേസുകൾ കാണാറുണ്ട്. പ്രധാനമായിട്ടും HbA1c 9% ഒക്കെയുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവരുടെ ശരീരഭാരം പെട്ടെന്ന് കുറയുന്നു. മൂത്രത്തിലൂടെ മറ്റും എക്സ്ട്രാ ഉള്ള പഞ്ചസാര പെട്ടെന്ന് നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഈ ഡയബറ്റിക് കണ്ടീഷൻ കുറച്ചുകൂടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരുമ്പോൾ ഇത് നമുക്ക് പരിഹരിക്കാൻ സാധിക്കുന്നതാണ്. മുമ്പ് പറഞ്ഞ ഇൻഫെക്ഷനുകൾ കൂടാതെ തന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു, മറ്റ് ഇൻഫെക്ഷനുകളും പെട്ടെന്ന് ഇവർക്ക് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇവരുടെ പ്രതിരോധ ശേഷി കുറവാണ്. ഇതൊക്കെ പ്രമേഹത്തിന്റെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില ലക്ഷണങ്ങൾ മാത്രമാണ്. ഡയബറ്റിക് എന്ന് പറയുമ്പോൾ കേൾക്കാൻ വളരെ നമുക്ക് ചെറുതെന്ന് തോന്നുമെങ്കിലും പെട്ടെന്ന് എല്ലാവരും പറയും ബ്ലഡ് ഷുഗർ കൂടുന്ന ഒരു കണ്ടീഷനാണ് പ്രമേഹം എന്ന് പറയുമെങ്കിലും അതിനേക്കാളും സങ്കീർണമായൊരു വശം അതിനുണ്ട്. അതിന്റെ തന്നെ കോംപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഒരു 5 ഘടകങ്ങളുണ്ട്.
അതിൽ നിന്ന് നമുക്കുണ്ടാകുന്ന മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ഇതൊരു ലോങ് പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തെ മൊത്തം നശിപ്പിക്കാൻ കഴിവുള്ള ഒരു അസുഖം തന്നെയാണ് പ്രമേഹം. ഇതിന് പല ലക്ഷണങ്ങളുണ്ട്. നമ്മൾ പൊതുവേ പറയാറുള്ളത് ബ്ലഡ് ഷുഗർ കൂടുന്നു എന്നുള്ളതാണ്. പക്ഷെ അതിലുപരി ഇപ്പം ഞാൻ മെൻഷൻ ചെയ്തതുപോലെ സ്പെസിഫിക് ആയിട്ടുള്ള പല അണുബാധകൾ, സ്പെസിഫിക് ആയിട്ട് ശരീരത്തിന് വരുന്ന ഷേപ്പിൽ വരുന്ന മാറ്റം, അതുപോലെ പെട്ടെന്നുണ്ടാകുന്ന ക്ഷീണം, തലകറക്കം, സൈലന്റ് അറ്റാക്ക്, ഇതുപോലുള്ള പല കാര്യങ്ങളും ആളുകൾ ശ്രദ്ധിക്കാറില്ല. അല്ലെങ്കിൽ ഇത് മറ്റ് അസുഖങ്ങളുടെ ഭാഗമാണെന്ന് തെറ്റിദ്ധരിക്കാറുണ്ട്. നോർമലായിട്ട് വരുന്ന ഒരു തളർച്ചയാണെന്ന് തെറ്റിദ്ധരിക്കാറുണ്ട്. അപ്പം അങ്ങനെ നിസ്സാരവത്കരിക്കാൻ പാടില്ല. നമ്മൾ അതിന് കൃത്യമായ സമയത്ത് ട്രീറ്റ്മെന്റ് എടുത്തെങ്കിൽ മാത്രമേ ഷുഗർ ഒരു കൺട്രോൾ ലെവലിൽ നിങ്ങൾക്ക് നിർത്താൻ പറ്റുള്ളൂ. അൺകൺട്രോൾഡ് ഡയബറ്റിക് എന്നൊരു സ്റ്റേജിലോട്ട് പോയി കഴിയുമ്പോൾ പലപ്പോഴും സിംറ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് മാത്രമേ നമ്മളെ കൊണ്ട് സാധ്യമാകുള്ളൂ. നമ്മുടെ ഒരു കൺട്രോളിൽ നിന്ന് പലതും നഷ്ടപ്പെട്ടു പോകാം. സോ ഇതുകൊണ്ട് തന്നെ എല്ലാവരും സൂക്ഷിക്കുക. ഇന്ന് ഞാൻ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ലക്ഷണങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഇത് കൂടാതെ മുമ്പ് നമ്മൾ പല വീഡിയോസ് ഷുഗറിനെ സംബന്ധിച്ചും അതുപോലെ വൃക്ക രോഗങ്ങളെ സംബന്ധിച്ചും കിഡ്നിയുടെ ഫംഗ്ഷനെ സംബന്ധിച്ചും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇവയെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നതുകൊണ്ടാണ് ആ വീഡിയോസും ഞാൻ ഓൾറെഡി ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. സോ ഈ വീഡിയോസ് എല്ലാം നിങ്ങൾ കാണുക. നിങ്ങൾക്കുള്ള സംശയങ്ങൾ താഴെ കമൻസിലൂടെ അറിയിക്കുക. അതനുസരിച്ച് വീഡിയോസ് നമുക്ക് അപ്ലോഡ് ചെയ്യാം. മാക്സിമം കമൻസിന് റിപ്ലൈ കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ സമയത്തിൻ്റെ പ്രോബ്ലം കൊണ്ടാണ് ചിലതൊക്കെ വിട്ടുപോകുന്നത്. സോ വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണും വരെ ബൈ.